നമ്മളുള്ളത് ഗാർഡൻ ഓഫ് കേവ്സ് കാണാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്, നല്ല മഴയാണ്. ഇതിനകത്ത് നമുക്ക് കുറേ കേവ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ സാധനം, പലോങ്സിയം എന്തോ അങ്ങനെ എന്തോ പേര്. കുറേ കേവുകളാണ്, സ്ലിപ്പായി വീഴാണ്ട് എങ്ങനെയെങ്കിലും പോയാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു കേവ് ഉണ്ട്. ഓ, ഇതിൻ്റെ ഉള്ളിലെല്ലാം വേണമെങ്കിൽ കയറി പോവാം. ഞാൻ കയറുന്നൊന്നുമില്ല, കയറി പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായി അത്രയും പോകാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. കൊള്ളാം. അണ്ണനെ ഇതാ മഴയെല്ലാം നനയാണ്ടിരിക്കുന്നുണ്ട്. അണ്ണൻ്റെ കുടയെല്ലാം ഞാൻ തട്ടിപ്പിടിച്ചിട്ടോ, അതുകൊണ്ട് ഒരുപാടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. വെള്ളങ്ങൾ കുറേ വെള്ളം കഴുകുന്നുണ്ട്. കൊള്ളാട്ടാ. ഫുള്ള് വെള്ളച്ചാട്ടമായതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും കേൾക്കൂല. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് വെള്ളത്തിൻ്റെ. ഫുള്ളൊരു ഫോറസ്റ്റ് വൈബ് കേട്ടോ. ലൈറ്റിങ്ങും കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കേവുകൾ കേട്ടോ, വെള്ളം ഇട്ടുന്നുണ്ട്. ആ നൈസ്, ഇത് കൊള്ളാം. നൈസ്. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കുറേ കേവ്സ് കാണാൻ പറ്റും കേട്ടോ. നമുക്കിങ്ങനെ നടന്ന് കാണാനുള്ള കേവ്സ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ഫോട്ടോഷൂട്ട് പരിപാടിക്കൊക്കെ പറ്റിയ കുറച്ച് വാട്ടർഫാൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മേഘാലയയിൽ ഇത് മിസ്സാക്കണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കൊള്ളാം കേട്ടോ, ഒരു രസമുണ്ട്. നമ്മൾ സാധാ കേവിൽ പോയാൽ ആ ഒരു സാധാ കേവ് ഫുള്ള് ഇരുട്ടായിരിക്കും. ഇത് പറഞ്ഞാൽ ലൈറ്റിങ് കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടിഞ്ഞൊന്നും പോകാണ്ടിരിക്കാൻ ഇവർ ഫുള്ള് കല്ലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം. കുറച്ച് ഏരിയ കാണാനുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റിയ ഒരു സംഭവമാണ്. ഒരു പാർക്ക് സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്കൊരു 1-2 കിലോമീറ്ററിനകത്തൂടെ നടന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ സ്പോട്ടുകളുണ്ട്, കുറേ പോയിന്റ്സ് ഉണ്ട്. ഒരു 10-11 പോയിന്റ്സ് ഉണ്ട് കാണാൻ. ഇതൊരു നല്ലൊരു സ്പോട്ടാട്ടോ. കുറച്ചും കൂടെ വെള്ളം ഉണ്ടാണെങ്കിൽ അടിപൊളിയാണ്. മഴക്കാലത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റൂ കേട്ടോ. വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഇതേപോലെ കാണാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, ഉള്ള സാധനങ്ങൾ, അതായത് വാട്ടർഫാൾസിലൊക്കെ വെള്ളം കുറവാണെങ്കിലും നമ്മൾ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള വെള്ളം കിട്ടും. നല്ല രസമായിരിക്കും. നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പം അത്യാവശ്യം വെള്ളമുണ്ട്, പക്ഷേ വെള്ളത്തിന് വലിയൊരു കളറൊന്നും ഉണ്ടാവില്ല. മേഘാലയയിലെ
നിങ്ങളിപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാലും മെയിനായിട്ട് കാണുന്നത് അതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പിന്നെ ബാക്ക്ഗ്രൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞതാ നമുക്ക് പോകുന്ന വഴിയിലുള്ള ഇതുപോലെ നല്ല തോടുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. സുഖമായി കുളിക്കണമെങ്കിൽ കുളിച്ചിട്ടെല്ലാം പോവാം. ഇഷ്ടംപോലെ വാട്ടർഫാൾസ് ഉണ്ട്. സംഭവം കിടലാണ്. ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുക്കാൻ അടിപൊളിയാണ്. 100 റുപ്യ ടിക്കറ്റ് എടുത്ത് കയറാൻ മുതലുണ്ടോയെന്ന് വെച്ചാൽ ഓക്കെ. കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള അടിപൊളിയാണ്. ഗ്രൂപ്പായിട്ടെല്ലാം വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല രസമുണ്ടോ. ചെറിയ മഴയിലുണ്ടായിരുന്നു, നനഞ്ഞു, കുഴപ്പമില്ല. നനയിലിപ്പോൾ ഒരു പ്രശ്നമില്ലാണ്ടായി. എല്ലാ ദിവസവും മഴ തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയ ബാമ്പുവിനെ കൊണ്ടുള്ള ബ്രിഡ്ജ് കാര്യസെല്ലാം കാണാൻ പറ്റും. ഇപ്പം മേഘാലയയിൽ എവിടെ നോക്കിയാലും ബാമ്പു ഭയങ്കരമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അവരിപ്പം വീടിൻ്റെ മതിൽ കെട്ടുന്നതായാലും എന്തായിക്കോട്ടെ ഇവിടെ ഇഷ്ടംപോലെ ബാമ്പു ഉണ്ട്. അപ്പോൾ ബാമ്പു ഉള്ളതുകൊണ്ട് തന്നെ നിറച്ച് ബാമ്പുവിനെ കൊണ്ടുള്ള പരിപാടീസ് കുറേ കാണാൻ പറ്റും. ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് നല്ലൊരു ബ്രിഡ്ജ്. ഈ ഒരു ഫാളെല്ലാം മേഘാലയൻ്റെ പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെ എപ്പോഴും കാണാൻ പറ്റുന്നൊരു ഫാൾസ് ആട്ടോ ഇതെല്ലാം. ഇത് വളരെ കുറച്ച് വെള്ളം ഉണ്ടാവില്ല വേനൽക്കാലത്ത്. പക്ഷേ ഇത് ഭയങ്കര ബ്ലൂ കളറിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് പിന്നെ സീസണിൽ വന്നിട്ട് ഇതെല്ലാം ഒന്ന് കാണാം. തൽക്കാലം നമുക്ക് മഴക്കാലത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇത് ഒരു ഭംഗിയുള്ളൊരു വാട്ടർഫാൾ. അത് നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ലൈഫ് ജാക്കറ്റ്സ് അവൈലബിൾ ആണ്. 50 റുപ്യ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആഴത്ത് ഇറങ്ങി കുളിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ അവിടെ ഓരോ പാറയില്ല കേട്ടോ. ശരിക്കും ഗർഭപാത്രത്തിൽ ഒരു കുട്ടി കിടക്കുന്ന പോലെ ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഇവിടെ കാണാനുണ്ട്. പിന്നെ അതുപോലെ പിന്നെ നമുക്ക് വേറൊന്ന് കാണാനുള്ള വെച്ചാൽ ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പിലൊരു പാറ റോക്ക് കട്ടിങ്സ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടെല്ലാം ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം കണ്ടു തീർന്നു കേട്ടോ. അനക്കൊന്ന് തീർന്നു ഒന്ന്. യെസ്, നല്ലോണം ചോറ് തന്നെയായിരുന്നു. ഒന്ന് ദഹിച്ച് കിട്ടി. സെറ്റ്. പാറയെല്ലാം പൊട്ടിക്കുന്ന ഒച്ചലും കേൾക്കുന്നുണ്ട്. യെസ്, ഇത് കൊള്ളാം കേട്ടോ. ബാംബൂ ബ്രിഡ്ജാണ് സംഭവം. കൊള്ളാം. പഴയതുണ്ട്, പുതിയതുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്ന് കെട്ടി പൊക്കിയത് കേട്ടോ. കൊള്ളാം. ഇതിൻ്റെ പില്ലർ എന്ന് പറഞ്ഞാൽ താഴെയാണ്. ഫുൾ മോളെ നമ്മൾ ചൂടിക്കയറും. മോളെയും ചൂടിക്കയറും വെച്ചിട്ടാണ് ഫുള്ള് കെട്ടി ആക്കിയത്. നൈസ്. ഇതല്ല കേട്ടോ. പിന്നെ ഈ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് അവർ വിശുദ്ധമായിട്ട് കാണുന്നൊരു സ്ഥലമാണ്. പക്ഷെ എനിക്ക് വല്ലതും തോന്നിയിട്ടൊന്നുമില്ല. ഇവിടെ എവിടെ നോക്കിയാലും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പൈപ്പിൽ കൂടി ഫുൾ ടൈം ആ ഒരു സ്ഥലത്ത് എപ്പം വെള്ളം ഉണ്ടാകുന്ന പറയില്ല കേട്ടോ. പിന്നെ താഴെ സംഭവം കണ്ട ആ വെള്ളം പിടിച്ചു വെക്കുന്നൊരു സംഭവം കണ്ട, അതെല്ലാം ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് കണ്ടിട്ട് വല്ലതും തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ തിരിച്ച് നടക്കുവാണ് നമ്മുടെ ബാംബൂ ബ്രിഡ്ജിലേക്ക് കൂടിയിട്ട്. ഇതൊരു സംഭവം കേട്ടോ. ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ പോയിന്റ്. ആ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു പാറേൻ്റെ ഒരു ചെറിയൊരു പിന്നെ ഹോളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് നടക്കുവാണ്. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് കയറി പോകുന്നു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ട്. ഇത്രയൊക്കെ ഉള്ളൂ. എന്നാലും ഒരു റൗണ്ട് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ വന്ന് കാണാം. ഓക്കെ, അപ്പോൾ ബൈ.